രാഷ്ട്രീയ പാർട്ടികൾക്ക് മീതെ വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളം ഒട്ടുക്കെ രാവിലെ മുതൽ നല്ല രീതിയിൽ നടന്നു വരികയാണ്. കോട്ടയം നഗരസഭയുടെ തന്നെ 13-ാം വാർഡ് സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി അനൂപ് മൈക്കിൾ എന്ന് പറയുന്ന മാഡത്തെ നമുക്ക് സംസാരിക്കാം. മാഡം, എന്തുണ്ട് വിശേഷങ്ങൾ? പോളിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതി. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രചരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ പ്രചരണം. 13-ാം വാർഡിൽ നിങ്ങൾ മുമ്പ് മത്സരിച്ചിട്ടുള്ളതാണോ? വിജയിച്ച സ്ഥാനാർത്ഥിയാണോ? ഇല്ല, ഞാൻ 5 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം തോറ്റു. നിസ്സാര വോട്ടിന് തോറ്റുപോയ വ്യക്തിയാണ്. ആയിക്കോട്ടെ. ഇത്തവണത്തെ നിങ്ങളുടെ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? 100%. തീർച്ചയായിട്ടും താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. താങ്കൾക്ക് വിജയാശംസകൾ. UDF ഈ വാർഡിൽ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കും. മലിനമായ സ്ഥലങ്ങൾ, ബാത്റൂം, നമ്മുടെ കോട്ടയം മുനിസിപ്പാലിറ്റി അഴിമതി. കോട്ടയം കേരളത്തിൽ ഇതുപോലെ മോശപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ ഈ കോട്ടയം മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും മോശപ്പെട്ട വാർഡ് എന്ന് പറയുന്നത് പഴയ 14-ാം വാർഡും അതുപോലെ ഇപ്പോഴത്തെ 13-ാം വാർഡും മത്സരിക്കുന്നു. ഇവിടുത്തെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ മലിനജലം പൊട്ടി ഒലിക്കുന്നു. ഇവിടുത്തെ വാർഡ് കൗൺസിലറായിട്ട് മരിക്കുന്ന ഗൗരിശങ്കറിൻ്റെ വീടിൻ്റെ വാതിക്കയാണ് 2 വർഷമായിട്ട് മലിനജലം പൊട്ടി ഒലിക്കൊണ്ടിരിക്കുക. അതൊന്നും തീർക്കാനോ സെപ്റ്റി ടാങ്ക് പൊട്ടി ഒലിച്ച് കിടക്കുന്നോ അതൊരു പരിഹാരം ഉണ്ടാക്കാനോ ഇവിടുത്തെ കൗൺസിലർക്കോ മൂളിക്കുട്ടി എന്ന കൗൺസിലർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ 13-ാം വാർഡ് കൗൺസിലർ കോൺഗ്രസ്സുകാരിയാണോ? ഇപ്പൊ ഞങ്ങൾ പുതിയതായിട്ട് ഒരു വാർഡ് വികസനം വന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ നേരത്തെ 14 ഇപ്പൊ ഞങ്ങൾ 13-ാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പ്രകടനപത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ ഈ കാര്യങ്ങൾ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ ഈ 13-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇവിടുത്തെ ഞങ്ങൾ വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന UDFിൻ്റെ കൗൺസിലർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാതെ പോയോ അത് മുഴുക്കനും, അതുപോലെ തന്നെ CPMൻ്റെ കൗൺസിലറായിട്ടിരുന്ന ജോബി ജോൺസ് ഇരിക്കുന്ന കാലത്ത് മുതൽ ഞങ്ങളൊരു കോട്ടയം മുനിസിപ്പാലിറ്റി ഞങ്ങൾ വാർഡ് ജയിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ 100% പാലിച്ചിരിക്കും. അത് ഇടതുപക്ഷം CPMൻ്റെ പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ 90% ഞങ്ങൾ പാലിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അനൂപ് മൈക്കിൾ ഇവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പ്രകടനപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ഞങ്ങളത് പൂർത്തീകരിച്ചിരിക്കും. അഞ്ഞൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. CPMൻ്റെ മുള്ളങ്കര ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ഞാൻ 3 പ്രാവശ്യം ഇരുന്ന ആളാണ്. ഇപ്പം ഞാൻ മാറിയതാണ്. അതാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് അക്കമിട്ട് ഞങ്ങൾ വാർഡിനെ പറ്റി നിങ്ങൾ കാണും. ഞങ്ങളുടെ വാർഡിന്റെ ശോചനീയാവസ്ഥ നിങ്ങൾ ഈ പോയി ഒന്ന് കാണും. നിങ്ങൾ കണ്ടിരുന്നത് നിങ്ങളുടെ വോട്ട് കൂടെ ഞങ്ങളുടെ പാർട്ടി നിങ്ങൾ ചെയ്തേനെ. നിങ്ങൾ പറയാനത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പറഞ്ഞേനെ. അതുപോലെ ശോചനീയാവസ്ഥയാണ്. ഞങ്ങളുടെ മുള്ളംകുഴി താമസിക്കുന്ന 64 വീട് നിങ്ങൾ കാണണം. ഞങ്ങളന്ന് തിരുവഞ്ചൂരാശയം MLA അദ്ദേഹത്തോട് സാറോട് ഞങ്ങൾ പറയാം, സാറേ ഇത് സാറ് ശോചനീയാവസ്ഥയാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ കിടക്കുക കെട്ടിടങ്ങൾ. അവിടെയുള്ളവരെ ആളുകളെ പൊന്നുവെച്ചിട്ട് 5 വർഷം ഈ അവസരം കൊടുത്തിട്ട് ഈ തിരുവഞ്ചൂർ സാറ് അത് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പം കോൺഗ്രസിന്റെ കൗൺസിലായിട്ടിരിക്കുന്ന അന്നിരുന്ന മോളിക്കുട്ടി ഒന്ന് മാഡത്തിനെ കൊണ്ട് പുള്ളിയെ ചെയ്യിച്ചില്ല. ഇപ്പോഴും ആളുകൾ 10,000-12,000 രൂപ വാടകയ്ക്ക് താമസിക്കുക, വെളിയിൽ താമസിക്കുക. അവിടെ പൂർത്തീകരിച്ചിരിക്കുന്ന 20 വീട് മാത്രമേ പൂർത്തീകരിച്ചുള്ളൂ. 64 വീട് പൂർത്തീകരിച്ച് കൊടുക്കും. നേരത്തെ 64 വീടാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 64 വീട് പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ് CPMൻ്റെ CPMൻ്റെ പ്രകടനത്തിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതും അനുമായികൾ ഏറ്റുണ്ടെങ്കിൽ ഞങ്ങൾ 64 വീടും പൂർത്തീകരിച്ച് കൊടുക്കും. എന്തായാലും നിങ്ങൾക്ക് വിജയാശംസകൾ. താങ്ക് യു.